കുറച്ചു നേരമായി. സത്യം നോക്കിയിട്ട് എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ആ മുറിയിൽ നോക്കിയായിരുന്നോ? ഞങ്ങൾ അവിടെയൊക്കെ നോക്കിയിട്ടാ അമ്മ വരുന്നത്. അവിടെ പിന്നെ എവിടെ പോവാനാ? അവിടെ എവിടെയെങ്കിലും കാണും. വാ നമുക്ക് നോക്കാം. വാ പാപ്പേ മോളെ വാ. സത്യേ, 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 സത്യേ. അവിടെ ഉണ്ടോ അമ്മ? ഇല്ല. അയ്യോ, അപ്പ എവിടെ പോയി? മോളെ, ഇനി നീ തല്ലിയത് കൊണ്ട് പിണങ്ങി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയതാണോ? വാശിക്കാരിയല്ലേ? ആ ഒരു ദേഷ്യത്തിലെങ്ങാനും ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലോ? അച്ഛൻ വരൂ അച്ഛൻ വരൂ എന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നല്ലോ. ഇനി കാണാത്ത സങ്കടം കൊണ്ട് ഇറങ്ങി പോവാം. എങ്കിൽ സത്യം അമ്പലത്തിൽ കാണും. അമ്പലത്തിലോ? ആ, എന്നെ ഫോൺ ചെയ്തപ്പോ പറഞ്ഞായിരുന്നു. ഭഗവാൻ പറഞ്ഞിട്ട് അച്ഛനെ കാത്തിരിക്കുന്നേന്ന്. കാണാതായപ്പോ എന്തുകൊണ്ടാ വരാത്തെന്ന് ചോദിക്കാനായി അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലോ? അത് ശരിയാ, അതിന് സാധ്യതയുണ്ട്. ആ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ആ, ഞാനും വരാം ചേച്ചിയമ്മേ. വാ, പോയിട്ട് വരാം അമ്മ. പോയിട്ടോ. ഭഗവാനെ, എൻ്റെ കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടാവണേ. ഈശ്വര. പപ്പി, ക്ഷേത്രത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ? അതെ, അവിടെ പോവാനേ വഴിയുള്ളൂ. ഈശ്വര, എന്റെ മോളെ കാത്തോണെ, ഒരാപത്തും വരുത്തരുതേ. അച്ഛനെ കാണണമെന്ന് പറഞ്ഞുള്ള വാശിയാ സത്യക്ക്. മോളോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ? അച്ഛനെ കാണാത്തതില് സത്യക്ക് വലിയ സങ്കടമുണ്ട് ചേച്ചിയമ്മേ. മനസ്സ് നിറയെ സത്യയുടെ അച്ഛനാ. അച്ഛൻ എന്ന് വരുമെന്നുള്ള ചോദ്യാ. ഈശ്വര, ഇനിയിപ്പോ അമ്പലത്തിലെല്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ഉറപ്പുണ്ട് ചേച്ചിയമ്മേ, സത്യ അവിടെ തന്നെ കാണും. ഞാൻ ഭഗവാനോട് മിണ്ടില്ല, വഴക്ക. എന്നെ ഭഗവാൻ പറ്റിക്കുക. അച്ഛൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു വെച്ചെന്ന് അറിയോ? എന്തിനാ എന്നിങ്ങനെ പറ്റിക്കുന്നത്? ഞാൻ ഒരു പാവമല്ലേ? അച്ഛനെ കാണാനുള്ള കൊതി കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അച്ഛൻ എന്താ എന്നെ കാണാൻ വരാതെന്ന് ചോദിച്ചിട്ട് അമ്മയും മറുപടി പറയുന്നില്ല, ശാരദാമ്മയും മറുപടി പറയുന്നില്ല. പഠിക്കുന്ന സ്ഥലത്തും അച്ഛനില്ലാത്ത കുട്ടിയെന്ന് പറഞ്ഞ് കൂടെ പഠിക്കുന്നവരൊക്കെ എന്നെ കളിയാക്കുക. എനിക്ക് മാത്രം എന്താ അച്ഛനില്ലാത്തത്? എന്താ എൻ്റെ സങ്കടം കാണാത്തത്? ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ എനിക്കെൻ്റെ അച്ഛനെ കാണണമെന്ന്. എവിടെ പോയാലും എല്ലാ കുട്ടികളുടെ അച്ഛനും ഉണ്ടാവും, അമ്മയും ഉണ്ടാവും. എനിക്കെൻ്റെ അമ്മ മാത്രം. അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോകണമെന്നും അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോകണമെന്നും ഒക്കെ ഈ സത്യമോക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം ഭഗവാൻ നടത്തി തരുന്നില്ലല്ലോ. ഞാനിനി എന്ത് ചെയ്യണം? ഭഗവാൻ തന്നെ പറ. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഞാൻ എന്ത് വഴിപാടാ കഴിക്കേണ്ടത്? എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഞാൻ ഓം നമ ശിവായ എന്ന മന്ത്രം ചൊല്ലി ഇവിടെ ഇരിക്കാൻ പോവാ. ഓം നമ ശിവായ, ഓം നമ ശിവായ. എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരണേ. ഓം നമ ശിവായ. എൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് എന്നെ കാണാൻ വരണേ. ഓം നമ ശിവായ. എൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് എന്നെ കാണാൻ വരണേ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മോളെ, സത്യ, നീ എന്തായി കാണിച്ചേ? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, അതിന് ഞാൻ പ്രാർത്ഥിക്കുക. മോളെ, എവിടെയെങ്കിലും പോണെങ്കിൽ പറഞ്ഞിട്ട് പോണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? പപ്പി എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു സമയമായി. അച്ഛൻ
അച്ഛൻ വരുമെന്ന് എനിക്ക് ഭഗവാൻ ഉറപ്പ് തന്നതാ പപ്പി. പക്ഷെ വന്നില്ല. സത്യ സങ്കടപ്പെടാതെ, ഭഗവാൻ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. മോളെ നോക്ക്, വാ, മതി പ്രാർത്ഥിച്ചത്. പറ്റില്ല അമ്മേ. ഓം നമ ശിവായ 108 പ്രാവശ്യം ചൊല്ലണം. എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കൂ. മോളെ നോക്ക്, പറയുന്ന കേക്ക്. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം, പിന്നെ വന്ന് പ്രാർത്ഥിക്കാം. ഇല്ല, ഞാൻ വരില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല, വന്നേ. ഈശ്വര, നല്ല ചൂടുണ്ടല്ലോ, നല്ല പൊള്ളുന്ന ചൂട്. ഇതും കൊണ്ടാണോ നീ ഇവിടെ വന്നിരുന്നേ? നീ വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് എന്റെ അച്ഛനെ കാണണം. സത്യ, വാശി പിടിക്കല്ലേ, എഴുന്നേറ്റ് വന്നേ. കുട്ടികൾ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കൂ. എണീക്ക് സത്യ, പറയുന്ന കേക്ക്. വന്നേ, എഴുന്നേക്ക്, എഴുന്നേക്ക് മോളെ. അയ്യോ മോളെ, മോളെ. സത്യ, 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 മോളെ, സത്യ കണ്ണു തുറക്ക്. മോളെ. സത്യ കണ്ണു തുറക്കാൻ. മോളാകെ ടയേർഡാണല്ലോ. മാനസികമായി ഒരുപാട് ടെൻഷൻ അടിച്ച പോലെ. പൾസും വീക്കാണ്. മോൾക്ക് ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ലേ? ഉറക്കം ഈയിടെയായിട്ട് കുറവാ. ഒന്നും കഴിച്ചിട്ടുമില്ല. ആദ്യം മോളുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ടാകാം ബാക്കി ചികിത്സയൊക്കെ. ഇതിപ്പോ വീട്ടിൽ നിന്ന് ആരോടും പറയാതെയാ ക്ഷേത്രത്തിലെ പൂജയ്ക്കായിട്ട് പോയത്. ഞങ്ങള് തിരക്കി ചെല്ലുമ്പോ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വിളിച്ചിട്ട് വന്നുമില്ല. തൊട്ട സത്യ, സത്യ, സത്യ. ഹസ്ബൻഡുമായി നിങ്ങൾ നല്ല ബന്ധത്തിലല്ലേ? അല്ല. കുട്ടിയെ കാണുകയോ കുട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുകയോ അദ്ദേഹം ചെയ്യുന്നുണ്ടോ? അത് അദ്ദേഹത്തിന് അറിയില്ല സത്യം മോളാണെന്ന കാര്യം. ഫാമിലി മാറ്ററൊന്നും ഞാൻ ചോദിച്ചറിയുന്നില്ല. പക്ഷേ അതെന്ത് തന്നെയായാലും ബാധിച്ചിരിക്കുന്നത് കുട്ടിയെയാണ്. അവളുടെ കൊച്ചു മനസ്സിൽ ആഴത്തിൽ അച്ഛനെന്ന സങ്കല്പം വല്ലാതെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോയി പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് മുളയിലേ നോളണം. അല്ലെങ്കിൽ ഈ കുരുന്നു മനസ്സിന്റെ വേദന വല്ലാതെ അവളുടെ മാനസിക നിലയെ സ്വാധീനിക്കാൻ ഒരു ശ്രമം നടത്തിയേക്കാം. അത് അപകടമാണ്. ഡോക്ടർ ഇതിപ്പോ പറഞ്ഞു വരുന്നത്? എത്രയും വേഗം കുട്ടിയെ അച്ഛൻ്റെ സാമീപ്യം അറിയിക്കുക. അതിപ്പോ നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊന്നും ഇവിടെ ഗവനിക്കുകയേ വേണ്ട. കുട്ടിയുടെ ലൈഫ് മുന്നിൽ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരൊന്നിച്ചിടപഴകാനുള്ള സൗകര്യം ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞിൽ നിന്നും അവളുടെ മനസ്സ് നഷ്ടപ്പെടും.
നമ്മളുടെ മനസ്സ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന്റെ ആദ്യ ഉദാഹരണമാണ് പരസ്പര ബന്ധമില്ലാതെ നമ്മൾ സംസാരിക്കുക എന്നത്. പിന്നീടത് തിരുത്താനാവാത്ത രീതിയിൽ നമ്മളെ പിടിമുറുക്കും. അവളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലൈഫ് അവൾക്ക് കൊടുക്കാൻ സാധിക്കുക, അത് മാത്രമാണ് ഈ ഒരവസ്ഥയ്ക്കുള്ള പ്രതിമരുന്ന്. ഇപ്പോ കുട്ടിയുടെ ശരീരത്തിനേറ്റ രോഗത്തിന് എനിക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ മനസ്സിനേറ്റ അസുഖത്തിന് ചികിത്സിക്കാൻ അവളുടെ അച്ഛൻ അവളുടെ മുന്നിലേക്ക് വന്നേ പറ്റൂ. എന്നിട്ട് അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കൂട്ടുകാരനെ പോലെ ആ അച്ഛൻ മാറണം. ഈശ്വര, എന്ത് പോവഴിയാ ഞാനിതിന് കാണുക. എന്റെ അച്ഛനെന്താ വരാത്തെ? എനിക്ക് അച്ഛനെ കാണണം. അച്ഛനെന്താ അച്ഛൻ മോളെ കാണാൻ വരാത്തെ? അച്ഛനെന്നെ ഇഷ്ടമല്ലേ? എന്നെ കാണുന്ന വെറുപ്പാണോ അച്ഛാ? പപ്പി, പപ്പി മോളെ, ശ്യാമി, പപ്പി ഇവിടെ. ഞാനും ഈ വീട് മുഴുവനും അവളെ വിളിച്ചു നടന്നിട്ട് നിൽക്കുക. ഇനി ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിൽ പോവാറുള്ളതാ. രോഹിത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ശ്ശോ, ആകെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അതിനെ പോലെ നിങ്ങൾക്ക് നേരെ ചൊവ്വെ നോക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ വലിയ കഷ്ടം തന്നെയാ. നിങ്ങൾക്കൊക്കെ പിന്നെ എന്താ ഇവിടെ പണി? അല്ല സത്യമ്മ, അവളവിടെ കാണും. ക്ഷേത്രത്തിൽ പോകുമ്പോഴും അല്ലാത്തപ്പോഴും അവിടുത്തെ കൊച്ചുമായിട്ട് സംസാരിച്ച് നിൽക്കാറുള്ളതാ. അവിടെ കാണൂന്നുള്ള വിശ്വാസമല്ലേ ഉള്ളൂ. കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കൊച്ചില്ല, എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പപ്പിമോൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരിക്കുകയും ചെയ്യും. പപ്പിമോള് വന്നോ ഭാമേ? നിങ്ങളിങ്ങനെ നിന്നാലെങ്ങനാ? എവിടെങ്കിലും പോയി കൊച്ചിനെ തിരക്ക്. അല്ല, അവള് കളിക്കാൻ പോയി വീട്ടിലുണ്ടെന്നാ പറഞ്ഞത്. രോഹിത് അവളെ വിളിക്കാൻ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി അത് മതി രാഘവേട്ടന് ആദ്യ കയറാൻ. കുഞ്ഞേ, അവിടെ എങ്ങും ഇല്ല കുഞ്ഞേ. പൊന്നി, നീ അകത്തു പോയി ഒന്നുകൂടെ നോക്കി. ആ, പപ്പി, പപ്പി. അല്ല, എന്താ സത്യാമേ? പിള്ളേ, പപ്പി ഇവിടെ കാണാനില്ല. അയ്യോ, താനും കൂടെ ഒന്ന് പോയി അന്വേഷിക്കേ. ശരി. അകത്തേക്കല്ല, പുറത്തു പോയി അന്വേഷിക്കേ. ശരി സത്യാമേ. എവിടെയെങ്കിലും പോണെങ്കിൽ പറഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞ പപ്പിമോള് കേക്കില്ല. കേൾക്കില്ലെന്ന് പറഞ്ഞാ പോരാ, കേൾപ്പിക്കണം. എടി, കാലം നല്ലതല്ല, കാണുന്നവരും നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
നീ രോഹിത്തിനെ വിളിക്കേ. അവൾ അവിടെ ഇല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ. ആ വഴിക്കൊരു അന്വേഷണം നടക്കട്ടെ. വരുന്നു. മോളെ അവിടെ നിൽക്കടി, അവിടെ നിൽക്ക. എവിടെ പോയിരിക്കായിരുന്നു ഇത്ര നേരം? ഡി എവിടെ പോയിരിക്കായിരുന്നടി നീ? അമ്പലത്തില് ചന്ദനം കണ്ടില്ലേ? ആ ഇനി മേല ഒറ്റയ്ക്ക് ഇറങ്ങി പോയേക്കരുത്. അമ്പലത്തിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും ഞങ്ങൾ ആരെങ്കിലും കൂടെ വന്നാൽ മാത്രം നീ പോയാ മതി. എന്തിനാ പപ്പി ഞങ്ങൾ എങ്ങനെ തീ തീറ്റിക്കുന്നേ? എല്ലാരും എന്തോരം സങ്കടപ്പെട്ടെന്നറിയോ? ഇനി അങ്ങനെ പോവില്ലമ്മേ. പപ്പിമോൾ സത്യം ചെയ്യ സത്യമ്മേ. ഇനി പപ്പിമോൾ അങ്ങനെ പോവില്ല. ശരി ശരി ശരി, നീ പോയി കഴിക്കേ. ശ്യാമേ, രാഘവേട്ടന് മരുന്ന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്താൽ മതി. പപ്പിയെ കൂടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ഓടിക്കെതച്ച് തളർന്നു വന്നല്ലേ. ശരി പോ. ആ രോഹിത്തെ, അവള് വന്നു. അമ്പലത്തിൽ പോയിരിക്കായിരുന്നു എന്ന്. ഞാൻ നന്നായി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി അവളത് ആവർത്തിക്കില്ലെന്നും പറഞ്ഞു. ഓ ശരി, നീ ടെൻഷൻ ആവണ്ട, വീട്ടിലേക്ക് പോരെ. ശരി സത്യമേ. സത്യം പറ, എവിടെ പോയതാ നീ? നീ ചന്ദനത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാ. പറ, നീ ഇത്രയും നേരം എവിടായിരുന്നു? പറ, എവിടെയായിരുന്നു? സത്യയെ കാണാൻ സത്യയുടെ വീട്ടിൽ പോയതാ. അതെന്തിനാ നീ ഇപ്പൊ അവിടെ പോയേ? സത്യ അവിടെ അച്ഛനെ കാണണോന്ന് പറഞ്ഞ വാശി പിടിക്കുക അമ്മേ. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ഏതു നേരവും അച്ഛൻ എപ്പോ വരും എന്ന് ചോദിച്ചോണ്ടിരിക്കുക. അല്ല മോളെ, എന്നിട്ട് ചേച്ചിയമ്മ എന്താ പറഞ്ഞേ? ചേച്ചിയമ്മ എന്ത് പറയാനാ? എന്നിട്ട് ആരോടും പറയാതെ സത്യ അമ്പലത്തിലോട്ട് പോയി. അവിടെ തളർന്നു വീണു. അയ്യോ, എന്നിട്ട് ഞാനും ചേച്ചിയമ്മയും കൂടി സത്യ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടാ ഞാനിങ്ങ് പോന്നത്. അതാ താമസിച്ചേ. അമ്പടി ഭയങ്കരി. അപ്പൊ നീ ചെറിയ വിത്തൊന്നും അല്ലല്ലോ. ആ ശാലിനിയുടെയും ശ്യാമയുടെയും തന്ത്രങ്ങൾ മുഴുവൻ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടാതിരിക്കും? ആ ശാരദാമ്മയുടെ കൊച്ചുമോളല്ലേ. ഇതിലും വലിയ തന്ത്രങ്ങൾ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല മോളെ, എന്നിട്ട് സത്യക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സത്യ അച്ഛനെ കാണിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. സത്യക്ക് അച്ഛനെ കാണാത്തതിന്റെ സങ്കടമാണെന്ന്. അത് മാറണമെങ്കിൽ അച്ഛൻ വരണോന്ന്. ഈശ്വര, കുഞ്ഞിച്ചി എല്ലാം സഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണല്ലോ. ഈ കടങ്ങളെല്ലാം ഞാൻ എങ്ങനെ വീട്ടാനാ? മോള് വാ. സത്യയുടെ അച്ഛൻ വരട്ടെ. വന്നിരുന്നെങ്കിൽ എന്റെ സംശയത്തിന് ഒരു ഉത്തരം കിട്ടുമായിരുന്നു. എനിക്കെന്റെ അച്ഛനെ കാണണം. അച്ഛനെന്താ വരാത്തെ? അച്ഛനെന്നെ ഇഷ്ടമല്ലേ? അവളുടെ കൊച്ചു മനസ്സിൽ ആഴത്തിൽ അച്ഛൻ എന്ന സങ്കല്പം വല്ലാതെ സ്വാധീനിച്ചിരിക്കുകയാണ്. അച്ഛനെന്താ വരാത്തെ? അച്ഛനെന്താ വരാത്തെ?
എന്താടി ഇതിനൊരു പരിഹാരം? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിങ്ങനെ കൂടി വരുംതോറും ഇവളുടെ മനസ്സ് കൈവിട്ടു പോവുകയുള്ളൂ. ഡോക്ടർ പറഞ്ഞതും ഇതൊക്കെ തന്നെയാ അമ്മേ. സത്യയുടെ അച്ഛനുമായി സത്യയെ കാണിക്കുക. അതല്ലാതെ മറ്റൊരു പരിഹാരം ഇല്ലെന്ന രീതിയിലാണ് ഡോക്ടർ സംസാരിച്ചത്. അച്ഛനെന്താ വരാത്തെ? മോളെ, വിഷ്ണുവിനെ കൊണ്ടുവന്ന് കാണിച്ചാലോ? വിഷ്ണുവിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ? അവൻ കേൾക്കും. നിന്റെ അവസ്ഥയും സത്യമോളുടെ ഇപ്പോഴത്തെ അവസ്ഥയും രക്ഷിക്കാൻ ഒക്കുന്നത് വിഷ്ണുവിന് തന്നെയാ. സത്യയ്ക്ക് മുന്നിൽ വിഷ്ണുവേട്ടനാണ് അച്ഛൻ എന്ന രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതൊന്നും സത്യമ്മയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റില്ല. സത്യമ്മ ഇതൊന്നും വിശ്വസിക്കുകയില്ല. എന്നോടുള്ള താല്പര്യം കൊണ്ട് വിഷ്ണുവേട്ടൻ ഇതെല്ലാം എനിക്ക് വേണ്ടി എന്തോ ഏറ്റു പറയണമെന്ന് സത്യമ്മ വിശ്വസിക്കും. അച്ഛനെന്താ വരാത്തെ? അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോവാനുള്ളതാ.